ഫുട്ടേജിനെ വെച്ചിട്ട് ഇത് ഡിറ്റർമൈൻ ചെയ്ത് മുമ്പോട്ട് പോകാന്നുള്ളൊരു മെത്തഡാണ് ഞാൻ കൂടുതൽ ഫോളോ ചെയ്തേക്കുന്നത്. അതിപ്പോൾ എൻ്റെ അസിസ്റ്റൻസിനോട് ഞാൻ പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, നടക്കുന്ന വർക്കിന്റെ പാതിയിൽ ഇട്ടിട്ട് പോകരുത്. അത് ചിലപ്പോൾ നമുക്ക് ഫുട്ടേജ് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ജഡ്ജ്മെന്റ് തെറ്റി പോയിക്കൂടായികയില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഇന്നവേ അത് കറക്റ്റ് അപ്രോച്ച് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഒരുപക്ഷെ ഇങ്ങനെ ചെയ്ത് ക്രൗഡ് അങ്ങനെ ആയി പോകുന്നതും ആവാം. ഓക്കെ, ഇത് വെള്ളിയാഴ്ചത്തേക്ക് തീരത്തില്ല. അപ്പം ഞായറാഴ്ച വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചിട്ട് കാര്യമില്ല. കാക്ക പോലൊരു പടത്തിന്റെ എഡിറ്റ് അത് എനിക്ക് വേണ്ടത്ര അപ്രീഷിയേറ്റഡ് ആണോ എന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ഇത് പലപ്പോഴും നിർത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ പറ്റാത്തത്. അതുകൊണ്ട് എനിക്ക് ഒന്ന് കണ്ടു നോക്കുക എന്നുള്ളതായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ്. അത് ഈ പറയുന്ന പോലെ പല നമ്മുടെ ആ നേരത്തെ ഒരു മൈൻഡ് സെറ്റ്, അതായത് ഈ ഏർജൻസിൻ്റെ ഒരു കാര്യവും കൂടെ അതിനകത്ത് വലിയൊരു ഫാക്ടറാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ചിലപ്പം ഒരുപക്ഷെ അതൊന്ന് സ്ക്രബ് ചെയ്ത് നോക്കുമായിരിക്കും, എത്ര കോണ്ടന്റ് ഉണ്ട്, എന്ത് ടൈപ്പാ, അതിൻ്റെ ഒരു നേച്ചർ എന്താണെന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നത് കാണുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ. ഇപ്പം എനിക്ക് അസിസ്റ്റൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട്, പണ്ട് അത് ഞാൻ തന്നെ ഇമ്പോർട്ട് ചെയ്ത് ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ പ്രോസസ്സിൻ്റെ ഇടയിൽ തന്നെ ഇതെല്ലാം പലതും കാണുന്നുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്കിത് കാണേണ്ട പോലെ എൻ്റെ അസിസ്റ്റൻസ് ഒരു ചെറിയ ഒരു 2 hours മുന്നേ അവിടെ എത്തി അത് സെറ്റ് ചെയ്ത് വെക്കുന്ന പോലത്തെ ഒരു പ്രോസസ്സുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങ് കണ്ടങ്ങ് തുടങ്ങാം. ആ ഒരു അഡ്വാൻറ്റേജ് ഇപ്പം എനിക്കുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം എല്ലാ വർക്കിനും എനിക്ക് തോന്നുന്നു ആ രീതിയിൽ, അതായത് നമ്മളൊരു ആ ഒരു പ്രോസസ്സ് എന്തായാലും എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ സിമിലർ തന്നെ ആയിരിക്കും. അതായത് ഒരു ഫസ്റ്റ് റൗണ്ട് ഇപ്പം ഞാൻ ആ മെറ്റീരിയൽ എന്താണെന്ന് കണ്ട് അതിനെ എനിക്ക് കിട്ടിയേക്കുന്ന ബ്രീഫ് വെച്ചിട്ട് ഞാനൊന്ന് വർക്കൗട്ട് ചെയ്ത് എടുക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇനീഷ്യൽ പ്രോസസ്സ്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ പറയുന്ന ഡയറക്ടറുമായിട്ട് ഇരിക്കുന്ന ഒരു പരിപാടി പിടിക്കുക. അപ്പോഴാണ് ഈ പറയുന്ന പോലെ കുറച്ചുകൂടെ അവിടെ വെച്ച് ഉദ്ദേശിച്ചത് എന്താണ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു പ്രോസസ്സ് തന്നെ ഞാൻ ജനറലായിട്ട് ഫോളോ ചെയ്ത് പോയേക്കുന്നത്. പൊതുവെ എനിക്ക് ഒരു വർക്കിൽ കയറി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങാൻ ഇച്ചിരി പാടാണ്. കാരണം ഈ പറയുന്ന പോലെ അതിപ്പോൾ എൻ്റെ അസിസ്റ്റൻസിനോട് ഞാൻ പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, നടക്കുന്ന വർക്കിന്റെ പാതിയിൽ ഇട്ടിട്ട് പോകരുത്. അതായത് നിങ്ങൾക്ക് അടുത്ത പരിപാടിയായിട്ട് പോകണമെങ്കിൽ ഈ ഒരു സാധനത്തിനകത്ത്, കാരണം അതിന് ഒരാളായിരിക്കുമല്ലോ ഉള്ളത്, അപ്പം അയാൾക്കുള്ള അത്രയും ക്ലാരിറ്റി, അതായത് നമുക്കിത് ഏതുറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയാലും നമുക്കിത് അറിയാം എന്നുള്ളൊരു രീതി ഉണ്ടല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു മൊമെന്റ് എനിക്ക് തോന്നുന്നത് ഓരോ വാക്കിനും അതിൻ്റെതായ ഒരു രീതിയിൽ അങ്ങ് പിടിച്ചു പോവുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ അത്യാവശ്യം കോണ്ടന്റ് കാണുന്ന കൂട്ടത്തിലാണ്. അതിപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പം റീൽസൊക്കെ ഇച്ചിരി അനാവശ്യമായിട്ടുള്ള എക്സസ് എമൗണ്ട് കൺസ്യൂം ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അല്ലെങ്കിൽ ഞാൻ സിനിമ നല്ലോണം കാണുന്ന കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ എനിക്ക് പലപ്പോഴും അങ്ങനെ കണ്ടിട്ടുള്ള സാധനങ്ങളും അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ സംഭവങ്ങളുടെ ഒരു മെമ്മറി അപ്പം ഫ്ലാഷ് ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് കിട്ടുന്ന മെറ്റീരിയൽ വെച്ചിട്ട് അത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളോ ഇല്ലെങ്കിൽ ആ ഫുട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ആക്ഷൻ സീക്വൻസ് ചെയ്യുക, എനിക്കത് അധികം കിട്ടിയിട്ടില്ല, പക്ഷെ ഞാനത് ചെയ്യുമ്പോൾ അതെല്ലാം വേറെ തരത്തിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഷൂട്ടിംഗ് അപ്രോച്ചും വേറെയാണ്, അതിൻ്റെ ഡിവിഷനും വേറെയാണ്, എല്ലാം വേറെയാണ്. അപ്പം ഫുട്ടേജിനെ വെച്ചിട്ട് ഇത് ഡിറ്റർമൈൻ ചെയ്ത് മുമ്പോട്ട് പോകാന്നുള്ളൊരു മെത്തഡാണ് ഞാൻ കൂടുതൽ ഫോളോ ചെയ്തേക്കുന്നത്. അപ്പം അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ച് കൺവീനിയൻ്റ് ആയിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ഇപ്പം ആക്ഷൻ എന്തായാലും ഞാൻ ഇങ്ങനെ ആയിരിക്കും ചെയ്യാന്നുള്ളൊരു ഘടനയെക്കാളും എനിക്ക് തോന്നുന്നു ആ ഫുട്ടേജ് എനിക്ക് തോന്നുന്നു അതായിരിക്കും ഗൈഡ് ചെയ്യുന്നത്. കാരണം പലപ്പോഴും നമ്മളിപ്പോൾ കഥയുടെ ബ്രീഫ് പോലെ ആയിരിക്കത്തില്ല ചിലപ്പോൾ സിനിമ വരുമ്പോഴത്തേക്ക്, അത് വേറെ തന്നെ ഒരു പേസിലായിരിക്കും അതിൻ്റെ ഫുട്ടേജ് ഇരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഫുട്ടേജിലാണ് അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ എഡിറ്റിലുള്ള പരിപാടികളെല്ലാം ഫുട്ടേജിൻ്റെ ഒരു സ്വഭാവമാണ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയേക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഒരു സിനിമയുടെ റിതം അത് ഈ പറയുന്ന പോലെ ആ കഥയും ഫുട്ടേജിനെയും ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. ഇത് ഈ പറയുന്ന പോലെ ഞാൻ എല്ലാ പ്രാവശ്യം ചെയ്യുമ്പോഴും ഇത് കറക്റ്റായിട്ട് വരണമെന്നും ഇല്ല. അതായത് അതിപ്പോൾ ചില സിനിമകൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ മൾട്ടി ക്യാം ഫുട്ടേജ് ഉണ്ടായിരിക്കും, 2 ക്യാമറയിലുള്ള ഫുട്ടേജ് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ 2 ക്യാമറയിലെ ഫുട്ടേജ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു കട്ട് ഫീലിംഗ് എന്ന് പറയുന്നത് ഇവർ ഒത്തിരി കട്ട്സ് എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ചിലപ്പോൾ അവർ രണ്ടാമത്തെ ക്യാമറ വെറുതെ റോൾ ചെയ്തതായിരിക്കും. മീൻസ് ഏതോ ഒരു ഇൻസേർട്ടിന് വേണ്ടിയിട്ടാണ് അവരത് റോൾ ചെയ്തത്. പക്ഷേ അത് അവർക്ക് ആ ഒരെണ്ണം മാത്രം മതി. അവർക്ക് സത്യത്തിൽ ഇങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് കട്ട് ചെയ്യണമെന്നുള്ളൊരു മൂഡേ ഇല്ല.
അപ്പം അത് ചിലപ്പോൾ നമുക്ക് ഫുട്ടേജ് കാണുമ്പോഴത്തേക്കും നമ്മുടെ ജഡ്ജ്മെൻറ്റ് തെറ്റി പോയിക്കൂടായികയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ നമുക്ക് ഡയറക്ടേഴ്സ് പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പം എനിക്ക് അതുകൊണ്ട് അത് പെട്ടെന്ന് നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാനും അത് റെക്ടിഫൈ ചെയ്യാനും ഒക്കെ ഈസി ആയിട്ട് പറ്റുന്നൊരു പരിപാടിയായിട്ടാണ് തോന്നുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പം ഡിജിറ്റലിൻ്റെ ഒരു ഫേസ് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഇത് പഴയ മൂവിയോളം സ്റ്റീം ബാക്കും ആയിരുന്നെങ്കിൽ ഞാൻ എനിക്ക് തോന്നുന്നു 3-ാം ദിവസം ഇത് വിട്ടേനെ. ഇതിപ്പോൾ ഡിജിറ്റൽ ആയതിൻ്റെ ഒരു കൺവീനിയൻസ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. കാരണം ഇത് നമുക്ക് എത്ര വേണമെങ്കിൽ ബാക്ക് ആൻഡ് ഫോർത്ത് പോവാം. കാരണം 2 അണ്ടും അടിച്ചു കഴിഞ്ഞാൽ ഇപ്പറ എത്താൻ പറ്റും നമുക്ക്. മറ്റേ പണ്ടത്തെ പോലെ അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ലെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെതായ ഒരു കൺവീനിയൻസ് ഉണ്ട്. അപ്പം പിന്നെ ഈ പറയുന്ന പോലെ സണ്ണി ജോസഫ് ഒക്കെ സണ്ണി സാർ എപ്പോഴും ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്നൊരു കഥയാണ്. സണ്ണി സാർ ഒരു മാസ്റ്റർ ക്ലാസ് ഒരിക്കൽ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കും മാസ്റ്റർ ക്ലാസ്സിൽ അത് ഹോസ്റ്റ് ചെയ്യുന്ന പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു, അതായത് സിനിമയിലെ എല്ലാ സാധനത്തിനും ഭയങ്കര ധൃതിയാണ്. അതായത് പെട്ടെന്ന് ഷൂട്ടിങ് തുടങ്ങാനായിട്ടൊരു ധൃതി, ഷൂട്ടിങ് തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് തീർത്ത് പാക്കപ്പ് ആക്കാനൊരു ധൃതി, ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെ പറഞ്ഞു വിടാനുള്ള ധൃതി, ഇങ്ങനെ ധൃതി. 6 മണിയാകുമ്പോഴത്തേക്ക് നിർത്താൻ ധൃതി, 9 മണിയാകുമ്പോൾ ഇങ്ങനെ ഒരു ധൃതിയില്ല. ഈ എഡിറ്റ് വരുമ്പോഴത്തേക്കും അതെല്ലാം മറ്റേതെല്ലാം കോസ്റ്റ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു ധൃതിയാണ്. പക്ഷേ എഡിറ്റിലോട്ട് വരുമ്പോൾ 2 ആൾക്കാരേ ഉള്ളൂ. അതിൻ്റെ ചിലവ് എത്രയൊക്കെ പറഞ്ഞാലും 2 പേര് എത്രയാണ്? മറ്റേ 90-100 പേരുള്ളൊരിടത്തു നിന്ന് 2 പേരിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇതൊരു വളരെ കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ ചിലവും എല്ലാം കുറഞ്ഞു ടെക്നിക്കലി. അപ്പം അവിടെയും ഇനി ധൃതി പിടിക്കാതെ എല്ലാ പോസിബിലിറ്റീസും ട്രൈ ചെയ്തുകൂടെ? ഇത്രയും അഡ്വാൻസ് ആയി. അപ്പം എനിക്ക് തോന്നുന്നു ഈ കഥ എനിക്ക് എപ്പോഴും ഞാൻ കൂടെ ക്യാരി ചെയ്യുന്നൊരു കഥയാണ്. അപ്പം എനിക്ക് തോന്നുന്നു അത് തന്നെ നമുക്ക് ട്രയൽ ആൻഡ് എറർ ട്രൈ ചെയ്യാം. ഇപ്പം അവർ ഒറിജിനലി ഇൻറ്റൻറ്റ് ചെയ്ത പോലെ തന്നെ ആയിരിക്കണമെന്നില്ല എൻ്റെ ബെസ്റ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് റിതമൊക്കെ ഡിസ്കവർ ചെയ്ത് രസമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഓരോരുത്തരും ഇപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ സംഭവം ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ജനറൽ ആയിട്ടുള്ള ഒത്തിരി സിനിമയ്ക്കകത്ത് ഇവർക്കെല്ലാം ഇത് ഫില്ല് ചെയ്ത് വെക്കണമെന്നാണ്. ഇവർക്ക് ഒരു സെക്കൻഡ് പോലും അങ്ങനത്തെ ഒരു സൈലൻസും അങ്ങനത്തെ ഒരു ഗ്യാപ്പും വേണ്ടാന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ ക്രൗഡിനെ കൂടെ കേറ്റർ ചെയ്യാനായിരിക്കും എനിക്ക് തോന്നുന്നു. ഇനവേ അത് കറക്റ്റ് അപ്രോച്ച് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഒരുപക്ഷെ ഇങ്ങനെ ചെയ്ത് ക്രൗഡ് അങ്ങനെ ആയി പോകുന്നതും ആവാം. അപ്പം എനിക്ക് സൈലൻസസ് പൊതുവെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ടുമാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കുറച്ചുകൂടെ ഒരു അറ്റ്മോസ്ഫിയറിക് എനിക്ക് തോന്നുന്നു സൗണ്ട് ഡിസൈനാണ് എനിക്ക് ഒരുപക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഞാൻ ഒത്തിരി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ചിലപ്പം സൗണ്ട് ഇഫക്ട്സ് വെച്ചിട്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കട്ട് പരിപാടികളും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്നും ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ടൈം ലൈനിൽ ഞാനിപ്പോൾ മ്യൂസിക് ഉപയോഗിക്കുന്നത് ടെംപ് മ്യൂസിക് ഉപയോഗിക്കുന്നത് കുറവാണ്. കാരണം അതും ഇതേ പറയുന്ന പോലെ ഒരു വർക്ക്ഷോപ്പ് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് മറ്റേ ഐ ഓപ്പണർ പോലെ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ നമ്മുടെ എഡിറ്റ് വർക്ക് ആവുന്നുണ്ടെങ്കിൽ അതിന് സത്യത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നു കഴിഞ്ഞാൽ അത് എൻഹാൻസേ ആവത്തുള്ളൂ. പകരം നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി എന്തോ ഒപ്പിച്ച് വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എഡിറ്റ് ബെറ്റർ ആയിട്ട് തോന്നും. പക്ഷെ നമ്മൾ എഡിറ്റിൽ വേണ്ടിടത്ത് അറൈവ് ചെയ്തോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അപ്പോഴും ബാക്കി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതേസമയം സൗണ്ടിൻ്റെ കാര്യത്തിൽ അത് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലത്തെ ഒരു രീതിയിലല്ല അത് ഫങ്ഷൻ ചെയ്യുന്നത്. നമുക്ക് ചിലപ്പം ഒരു ട്രാൻസിഷനൊക്കെ ചിലപ്പം ഒരു സൗണ്ടിൻ്റെ ഒരു ക്യൂ ചിലപ്പം ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇല്ലാതെ തന്നെ ചിലപ്പോൾ നമ്മളെ വേറൊരിടത്തോട്ട് എത്തിക്കാനൊക്കെ പറ്റുന്ന ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് റോള് തന്നെയാണ് ഉള്ളത്. പിന്നെ ചിലപ്പം നമുക്ക് വരുന്ന മ്യൂസിക് ചിലപ്പോൾ വർക്ക് ആവുന്നില്ലായിരിക്കും. അതായത് നമ്മൾ കണക്ക് കൂട്ടിയ അതായത് ചിലപ്പോൾ നമുക്ക് തിരിച്ച് ചെയ്യാൻ പറ്റും. അതായത് മ്യൂസിക് വന്നു കഴിഞ്ഞിട്ട് എഡിറ്റ് ഒന്ന് ആ ഒരു മൂഡിലേക്ക് ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഇത് പടത്തിൻ്റെ നറേറ്റീവിനെ തന്നെ ഷിഫ്റ്റ് ചെയ്യുന്ന പോലെയോ ഫംബിൾ ചെയ്യുന്ന പോലെയോ ആവാം. അപ്പോൾ അത് ഉറപ്പായിട്ടും നമുക്ക് ടൈമും സ്പേസും ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് റെക്ടിഫൈ ചെയ്യാനായിട്ടാണ് എപ്പോഴും നോക്കുന്നത്. ടൈം കൺസ്ട്രെയിൻ ക്രിയേറ്റീവ് പ്രോസസ്സിന് എപ്പോഴും പ്രശ്നമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ചില സമയത്ത് ടൈം ഉള്ളതും നല്ലതാണ്. കാരണം ഇപ്പോൾ ചില വർക്ക് അത് എൻഡ്ലെസ് ആയിട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നും. നമുക്ക് ആ വർക്കിനകത്ത് നമ്മൾ കമ്മിറ്റ് ചെയ്തപ്പോഴത്തേക്കുള്ള ഒരു എനർജി അങ്ങ് ഡ്രെയിൻ ആവുന്ന പോലെയും തോന്നും. കാരണം ഒരു തരത്തിലുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഡെഡ് ലൈനോ റിലീസ് പ്ലാനോ ഇല്ലാതെ അതിങ്ങനെ പ്രൊലോങ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഡിസാർട്ടൻറ്റും ആവുന്നുണ്ടായിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു
ചില അതായത് ഇത് ഈ പറയുന്ന പോലെ എനിക്ക് ഇന്ന് ചില സീൻസൊക്കെ എഡിറ്റ് ചെയ്ത് തീർക്കണമെന്ന് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടായിരിക്കും. ഇത് ഇന്ന് തന്നെ തീരുമെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ നമ്മുടെ ഒരു കണക്കൂട്ടലിൽ നമ്മളത് ചെയ്യും എന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ചെറിയ കൺസ്ട്രെയിൻസ് ഉള്ളതാണ് ബെറ്റർ. പക്ഷെ എന്നാൽ ഈ പറയുന്ന പോലെ ചിലയിടത്ത് നമുക്ക് ആ ഡെഫിനറ്റീവ് ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കാൻ പറ്റണം. അതായത് ഓക്കെ ഇത് വെള്ളിയാഴ്ചത്തേക്ക് തീരത്തില്ല, അപ്പം ഞായറാഴ്ച വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചിട്ട് കാര്യമില്ല. അത് ശരിയാവണമെങ്കിൽ ഈ പറയുന്ന പോലെ ഇച്ചിരി സമയം കൂടെ കൊടുത്തത് ബെറ്റർ ചെയ്യണമെങ്കിൽ അത് ബെറ്റർ ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് ഈ പറയുന്ന പോലെ. ഞാൻ സിനിമ അത്യാവശ്യം ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതങ്ങനെ ഭയങ്കര ലാർജ്ലി ഈ പറയുന്ന ആ ഒരു സ്റ്റൈലിൻ്റെ സാധനം നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് ഇപ്പോഴത്തെ ഒരു എനിക്ക് തോന്നുന്നു ഒരു പോസ്റ്റ് കോവിഡിൽ നമ്മൾ ഒത്തിരി കോണ്ടന്റുമായിട്ട് എക്സ്പോസ്ഡ് ആയേക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നുന്നു ഇറ്റ് ഹാസ് കം ടു ബി ഓൺ ഡിസ്പ്ലേ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അപ്പം കാരണം ഈ പലതരത്തിലുള്ള ഫോംസ് മിക്സ് ചെയ്യുന്ന പോലത്തെ പരിപാടികളൊക്കെ നമുക്ക് ഇപ്പോൾ സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിപ്പോൾ എഡിറ്റിൻ്റെ കാര്യത്തിലും ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഒക്കെ അത് കാണാം. അപ്പം അത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം നമുക്കും ഈ പറയുന്ന പോലെ പുതിയ പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്യാനായിട്ടുള്ള ഒരു ഏർജും ഒക്കെ ബെറ്ററായി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ക്യൂരിയസ് ആണ് AI-ൻ്റെ ഡെവലപ്മെൻറ്റ്സ്. എനിക്ക് ഈ പറയുന്ന പോലെ നമ്മൾ പണ്ട് ഈ ഡയറക്റ്റ് വിഷ്വൽ എഫക്ട്സ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്ന ചില കാര്യങ്ങൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ എനിക്ക് ചില പ്രോംപ്റ്റ് പരിപാടികൾ വെച്ചിട്ട് എനിക്ക് ചിലത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ പറയുന്ന പോലെ ഇൻ്റർവ്യൂസ് പോലത്തെ സംഭവങ്ങൾ ഓട്ടോമേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്ലഗിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഈ പറയുന്ന പോലെ നമ്മൾ ആദ്യത്തെ ഒരു 3 മിനിറ്റ് ഒരു പാറ്റേൺ സെറ്റ് ചെയ്ത് കൊടുത്താൽ എനിക്ക് തോന്നുന്നു പിന്നത്തെ ഒരു 45 മിനിറ്റ് അതിന് ഇറ്റ് വിൽ ബി ഏബിൾ ടു ഫിഗർ ഔട്ട് ആൻഡ് അത് തന്നെ കട്ട് ചെയ്യും. അപ്പം എനിക്കതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇപ്പം അത് റിവ്യൂ ചെയ്യാനായിട്ട് ഒരാൾ ഉണ്ടായാൽ തന്നെ എനിക്ക് തോന്നുന്നു അതിൻ്റെ കാര്യങ്ങൾ സ്മൂത്തറായിട്ടും ഫാസ്റ്ററായിട്ടും നടക്കും. കാരണം എനിക്ക് തോന്നുന്നു എനിക്ക് ഇൻ്റർവ്യൂവിനേക്കാളും ഞാൻ വിചാരിക്കുന്ന ഒരുപക്ഷെ ഈ കോൺസേർട്ട് പോലത്തെ ഒരു സംഭവമൊക്കെ, കാരണം ഇത് പലപ്പോഴും സ്വിച്ചിങ്ങിലൊക്കെ ആണല്ലോ നമ്മൾ സാധാരണഗതി ചെയ്യുക. ഇപ്പം നമുക്ക് സ്വിച്ചിങ് ചെയ്യാനൊരു സാഹചര്യം ഇല്ലാത്തൊരു വർക്ക്, അങ്ങനത്തെ ഒരു കോൺസേർട്ട് ശരിക്കും അതിന് വേണ്ടിയിട്ട് ഒരാളെ നമ്മൾ അസൈൻ ചെയ്ത് ഇത് ചെയ്യുന്ന ഒരു അയാൾക്ക് ഈ കോൺസെപ്റ്റ് അത്ര താല്പര്യം ഇല്ലെങ്കിൽ അയാൾക്കും ബോറായിരിക്കും. മൊത്തത്തിൽ ആ പ്രോസസ്സ് അത്ര രസമാവണമെന്നില്ല. പക്ഷെ ഇത്തരം ഓട്ടോമേഷനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ഒറ്റയടിക്ക് നമുക്ക് 3-5 മിനിറ്റ് കൊണ്ട് നമുക്ക് അതിൻ്റെ റിസൾട്ടിലോട്ട് എത്താൻ പറ്റുമെങ്കിൽ അതൊരു, എനിക്ക് തോന്നുന്നു ഞാൻ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെന്ന് എത്രയൊക്കെ പറഞ്ഞാലും ഇത് മനുഷ്യൻ്റെ ബുദ്ധിയെ തന്നെ ഫീഡ് ചെയ്തിട്ട് അതിനെ തിരിച്ചു വലിക്കുന്ന ഒരു പരിപാടിയാണല്ലോ സത്യത്തിൽ. അപ്പം ഞാൻ ഇതിനെ അങ്ങനെ ഞാൻ ഈ മെഷീൻസിന് ഇമോഷൻ ഇല്ല, ഞാൻ അങ്ങനെ, കാരണം ഞാൻ ടോട്ടലി ഇതൊരു ഇമോഷൻ ഡിപ്പെൻഡൻറ്റ് സംഭവമാണോ എന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഞാനത് എൻറ്റയർലി ഷുവർ അല്ല. കാരണം ഇപ്പം നമുക്ക് ചില സിനിമകൾ വർക്കാവുന്നത് നമുക്ക് ഇമോഷൻ കൊണ്ടായിരിക്കും. പക്ഷെ ചില സിനിമ വർക്കാവുന്ന സ്പെക്ടക്കിൾ കൊണ്ടായിരിക്കും. സ്പെക്ടക്കിളിൽ വർക്കാവുന്ന ഒരു പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും അത് ഈ പറയുന്ന പോലെ അത് മനുഷ്യനൊക്കെ നന്നായിട്ട് മെഷീൻ ചെയ്യുമല്ലോ. അപ്പോൾ അതിന് നമുക്ക് കോസ്റ്റും കട്ട് ചെയ്യാൻ പറ്റും, അത് ജനറേറ്റ് ചെയ്യാനായിട്ട് ഇത്തരം AI ടൂൾസിനൊക്കെ ഹെൽപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് സ്പെക്ടക്കിൾ കാണേണ്ടപ്പോൾ നമുക്ക് സ്പെക്ടക്കിൾ തന്നെ കാണണമല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു ഇതെല്ലാം വേറെ വേറെ സാധനങ്ങളാണ്. എല്ലാം ഒന്നിൽ അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. പക്ഷെ അതിൻ്റെതായ സ്പേസ് എല്ലാത്തിനും ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഡയറക്റ്റ് ചെയ്യുന്ന പടം അല്ലാതെ വേറെ പടത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയാൽ എനിക്ക് ഇച്ചിരി ബോറടിക്കും. കാരണം വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ അവിടെ. കാരണം അവിടെ വേറെ ആൾക്കാരൊക്കെ ഒത്തിരി ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം പോകാറില്ല. ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോവും. അല്ലാതെ ഞാൻ മാക്സിമം ഷൂട്ടിംഗ് ലൊക്കേഷൻ അവോയ്ഡ് ചെയ്യും. അല്ലാതെ വേറെ അവരുടെ കഷ്ടപ്പാട് കണ്ടിട്ട് ഞാൻ അങ്ങനെ ഫുട്ടേജിന് എന്തെങ്കിലും ചെയ്യുമോ അങ്ങനെ വിചാരിച്ചിട്ടല്ല. പക്ഷെ എനിക്ക് ബോറടിക്കുക എന്നുള്ളൊരൊറ്റ കാര്യം കൊണ്ട് അവിടെ നമുക്കൊന്നും ചെയ്യാനില്ലാത്തൊരു സ്ഥലത്ത് പോയാൽ ഞാൻ അങ്ങനത്തെ പല സ്ഥലങ്ങളും അവോയ്ഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പോകാറില്ല. പക്ഷേ ഞാൻ ഫുട്ടേജസ് ഞാൻ ഒരു ചെറിയ ഗ്യാപ്പിൽ തന്നെ വർക്ക് ചെയ്ത് തുടങ്ങി. ഞാൻ മൊത്തം ഷൂട്ട് തീരാനായിട്ട് പലപ്പോഴും വെയിറ്റ് ചെയ്യാറില്ല. ഞാൻ നേരത്തെ കമ്മിറ്റ് ചെയ്തേക്കുന്ന സിനിമയാണെങ്കിൽ അവർ ഷൂട്ട് ചെയ്തിട്ട് ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരു 7 ദിവസം ആകുമ്പോഴത്തേക്കും അത്രയും മെറ്റീരിയൽ ഞാൻ ഇവിടെ പാരലലി എഡിറ്റ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ടൊരു 1 വീക്ക് വിൻഡോയിൽ എനിക്ക് തോന്നുന്നു എൻ്റെ സൈഡിലുള്ള ഒരു ഫസ്റ്റ് കട്ടിലേക്കും എനിക്ക് അറൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ചെയ്യുന്ന പ്രോസസ്സിനകത്ത് എനിക്ക്
ഇപ്പോൾ കുറച്ചും കൂടെ ക്ലോസസ് ഒക്കെ ഉണ്ടെങ്കിൽ രസമായിട്ടൊരു പരിപാടി വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ള ക്യൂസ് വേണമെങ്കിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ ചില സീൻ വർക്ക് ചെയ്തിട്ട് ഇപ്പം അവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും, ഈ സീനിൽ വേണ്ട സാധനങ്ങളുണ്ടോ. അപ്പം അതൊക്കെ എനിക്ക് മീൻസ് മൊത്തത്തിൽ അവരവിടെ നിന്ന് റാപ്പ് ചെയ്ത് ഇറങ്ങുന്നതിന് മുമ്പേ എനിക്ക് ചില ക്യൂസ് കൊടുത്ത് ഗൈഡ് ചെയ്യാനൊക്കെ പറ്റാറുണ്ട്. അത് ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ വിചാരിക്കുന്ന അൾട്ടിമേറ്റ്ലി ഇത് ഡയറക്ടറിൻ്റെ ഇതായിട്ടാണല്ലോ. അതായത് എത്രയൊക്കെ പറഞ്ഞാലും ഗെയിൻ ആണെങ്കിലും ബ്ലെയിം ആണെങ്കിലും പുള്ളി കൊണ്ടുപോകുന്ന പോലത്തെ ഒരു പരിപാടിയാണല്ലോ അത് ഇനവേ. കാരണം അവരാ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇനവേ. അതായത് അപ്പം ഞാൻ ഡയറക്ടറിന്റെ വിഷനുമായിട്ട് അലൈൻ ചെയ്യാനാ പലപ്പോഴും നോക്കുന്നത്. പക്ഷെ നമുക്ക് ചിലപ്പം നമുക്ക് തീരെ വർക്കാവാത്ത ചില പരിപാടികൾ ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഉറപ്പായിട്ടും ഞാനത് സജസ്റ്റ് ചെയ്യാറുണ്ട്, നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെയ്തുകൂടെ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് തന്നെ പലപ്പോഴും തോന്നി പണ്ട് നമ്മൾ വർക്ക് ചെയ്തിരുന്ന ആ വേർഷനിലോട്ട് നമുക്ക് തിരിച്ചു പോയാലോ, ചിലപ്പോൾ അത് മതിയായിരിക്കും ഇതിനകത്ത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇതൊരു കൊളാബറേറ്റീവ് സംഭവം തന്നെ. അല്ലാതെ ഇപ്പം ഞാൻ ഭയങ്കര എഡിറ്റ് എന്തെങ്കിലും ചെയ്താലും ഡയറക്ടർ അപ്രൂവ് ചെയ്തില്ലെങ്കിൽ അത് ആരും കാണാൻ പോകുന്നില്ലല്ലോ. അപ്പം ഇനവേ എനിക്ക് തോന്നുന്നു ഇതൊരു കൊളാബറേറ്റീവ് പരിപാടി തന്നെയാണ്. അത് ഡയറക്ടറിന്റെ വിഷനിലാണ്. അത് മീൻസ് നല്ല എഡിറ്റ് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിനകത്ത് എനിക്ക് തോന്നുന്നു അത് വരാൻ സമ്മതിച്ചതും കൂടെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് സിനിമാറ്റോഗ്രാഫേഴ്സുമായിട്ട് ഞാൻ അത്ര ഇൻട്രാക്ഷൻ എനിക്ക് ചെയ്യേണ്ടി വരാറില്ല. പക്ഷെ ഉറപ്പായിട്ട് നമ്മുടെ പടം ഓൾമോസ്റ്റ് ഒരു 80 to 90% ടേബിളിൽ റെഡി ആയി കഴിഞ്ഞാൽ അവരെ ഉറപ്പായിട്ടും കാണിക്കും. അപ്പം അവർക്ക് ചില കാര്യങ്ങളിൽ മീൻസ് അവർ ഈ മൊത്തം ക്യാപ്ചർ ചെയ്ത ആൾക്കാരായതുകൊണ്ട് അവർക്ക് ചില സാധനങ്ങളെ പറ്റിയിട്ടുള്ള, അതായത് ഇന്ന ഒരു മൊമെന്റിൽ ഒരു സാധനം ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ഉള്ളതുകൊണ്ടായിരിക്കും ഒന്നുകൂടെ ഒന്ന് നോക്കിയേക്കോ എന്നുള്ള പോലത്തെ ചില ക്യൂസ് നമുക്ക് തരാൻ പറ്റും. അങ്ങനെ നമുക്ക് ബെറ്റർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പരിപാടികൾ അവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അവരൊരു പുതിയ വ്യൂവർ ആയിട്ടാണല്ലോ നമ്മുടെ ഇതിനെ കാണുന്നത്. കാരണം അവർ ഷൂട്ട് ചെയ്തിട്ട് ഒരുപക്ഷെ ഒരു 2-3 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ഫേസിലായിരിക്കും നമ്മൾ ഇത്ര ആക്കി വെച്ചേക്കുന്നത്. അപ്പം ഒന്ന് ഡിറ്റാച്ച് ആയിട്ട് തിരിച്ചിതിലേക്ക് വന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് പാസ് ഓൺ ചെയ്യാൻ പറ്റും. അപ്പം ആ രീതിയിൽ സിനിമാറ്റോഗ്രാഫേഴ്സ് ഇൻട്രസ്റ്റിംഗ് കൊളാബറേറ്റേഴ്സാണ്. അതേപോലെ തന്നെ മ്യൂസീഷ്യൻസുമായിട്ട് ഞാൻ കുറച്ചുകൂടെ ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. കാരണം അവരുടെ പാട്ട് ചിലപ്പം ഫിനിഷ്ഡ് ഫോമിലായിരിക്കത്തില്ല ഞാൻ ആദ്യം ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ അത് മാറേണ്ടി വരും. ചിലപ്പം താളത്തിൻ്റെ ഓൾ ടുഗെദർ ഒരു ഓൾട്ടറിങ് പരിപാടി വേണ്ടി വരും. ചിലപ്പോൾ ഇതിൻ്റെ പാട്ടിനെ രണ്ടായിട്ട് മുറിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് ഉറപ്പായിട്ടും അവരുമായിട്ട് സിങ്കിലാണെങ്കിൽ നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പരിപാടിയൊക്കെ ആണെങ്കിൽ ഞാൻ അഡോബി പ്രീമിയറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാവുമല്ലേ. അതായത് എനിക്കിപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു നേരത്തെ മേടിച്ചൊരു മാക് സ്റ്റുഡിയോയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്കിപ്പം പുതിയൊരു മാക്ബുക്ക് പ്രോ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണെങ്കിലും എൻ്റെ മസിൽ മെമ്മറി മൊത്തം ഈ മുറിയിലെ ഈ പൊസിഷനിൽ സെറ്റായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി ഭാരിച്ച് എന്തെങ്കിലും ടാസ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് ചെയ്യാവുന്നേ പ്രിഫർ ചെയ്യത്തുള്ളൂ. ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ നിന്നിങ്ങനെ ചെയ്യുന്നത്, എനിക്ക് ചില വർക്കൊക്കെ എനിക്ക് ഈ പറയുന്ന പോലെ എനിക്ക് വേറൊരു കമ്പ്യൂട്ടറും കൂടെ ഉണ്ട്. അതിലെനിക്ക് ഇടയ്ക്ക് ചെയ്യാം. പക്ഷേ എൻ്റെ സ്പീഡും പരിപാടികളും എല്ലാം ഈ മുറിയിലെ ഈ കമ്പ്യൂട്ടറിലാണ്. അപ്പം കാരണം എല്ലാം, അതായത് ഇപ്പം ഈ ഇരിക്കുന്ന ലൂപ്പ് ഡെക്ക് ആണെങ്കിലും ഈ കീബോർഡിൻ്റെ സൈസ് ആണെങ്കിലും എല്ലാം അത് എങ്ങനെയോ നമ്മൾ ഈ പറയുന്ന പോലെ 5 ദിവസം ആയി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സിങ്ക് ആവുമല്ലോ. അപ്പോൾ ആ ഒരു ക്ലോസ്നെസ്സിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കുറച്ച് കാലമായിട്ട് ഇപ്പം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എത്രയൊക്കെ ആയാലും ഇതിലോട്ട് തന്നെ തിരിഞ്ഞു വരാനേ നോക്കത്തുള്ളൂ. മൾട്ടിക്യാമിൻ്റെ പരിപാടി യൂഷ്വലി ഞാൻ സിങ്ക് ചെയ്ത് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ ഒരു ക്യാമറ ആയിരിക്കും പ്രയോറിറ്റൈസ് ചെയ്ത്, മെയിൻ ക്യാം പോലത്തെ സാധനമായിരിക്കും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഞാൻ. പക്ഷേ മറ്റേ ബി ക്യാമും കൂടെ സെക്കൻഡ് ലെയറായിട്ട് സിങ്ക് ചെയ്ത് വെച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പം അത് വേണ്ട പോയിന്റ് പിക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ് പ്രിഫർ ചെയ്യുന്നത്. ഈ സൗണ്ടിൽ നിന്നും മ്യൂസിക്കിൽ നിന്നും ഒക്കെ ഫയൽസ് എന്നിട്ടാ ശരിക്കും, അതായത് ഒരു റൗണ്ട് അങ്ങോട്ടെല്ലാം പോയി തിരിച്ച് വന്ന് ഈ പറയുന്ന പോലെ എന്നിട്ടാ ഒന്നുകൂടെ ഒന്ന് ഫൈനലൈസ് ചെയ്ത് എടുക്കുന്നത്. അപ്പം ഇതൊരു ബാക്ക് ആൻഡ് ഫോർത്ത് ഉണ്ട് ഇതിനകത്ത് കുറച്ച്. പക്ഷെ അത് ഒരു നല്ലൊരു
ബാക്ക് ആൻഡ് ഫോർത്ത് ആയിട്ടാണ് എനിക്ക് പലപ്പോഴും എനിക്കത് കിട്ടുന്ന പടങ്ങളാണ് എനിക്ക് പലപ്പോഴും കൂടുതൽ ആ വർക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് തോന്നാറുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒത്തിരി സീൻസ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ചില സീൻസൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ തന്നെ ഇതാവും. പക്ഷെ എനിക്ക് തോന്നുന്നു ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ എന്ന് പറയുന്ന പടത്തിനകത്ത് ഒരു എനിക്ക് തോന്നുന്നു ആ പടത്തിൻ്റെ ഒരു പകുതിയിലൊക്കെ ആയിരിക്കും ഒരു ഓൾമോസ്റ്റ് ഒരു 3 minutes വരുന്ന ഒരു സീക്വൻസ് ആണെന്ന് തോന്നുന്നു. അതായത് ഇന്ന പോലെ സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്ന പോലത്തെ ഒരു മോണ്ടാജ് ഉണ്ട്. അതായത് ഒരു വോയിസ് ഓവർ ഡ്രിവൺ ആയിട്ടുള്ളൊരു മോണ്ടാജാണ്. പക്ഷെ ഭയങ്കര പ്രിസിഷനോട് കൂടി ചെയ്ത ഒരു എനിക്ക് തോന്നുന്നു അത്രയും എനിക്ക് പെട്ടെന്ന് ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് ഓർക്കാൻ പറ്റുന്ന അതിനകത്തെ ചില മൊമെൻറ്റ്സും ചില ടൈമിങ്ങും ഒക്കെ ഭയങ്കര അത് ഒരു യൂണിസനാണ്. എഡിറ്റ് മാത്രമല്ല, അത് ഡയറക്ഷനും ക്യാമറയും എല്ലാം ഭയങ്കര രസമായിട്ട് നന്നായിട്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ നിഴലേ പറയത്തുള്ളൂ. കാരണം അത് ഞാൻ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവ് കൺട്രോൾ കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ അതിലെ സീക്വൻസസ് എനിക്ക് പല സീക്വൻസസും എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളതാണ്. അത് എനിക്ക് വളരെ സിമ്പിളായിട്ടുള്ള കോൺവെർസേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ പോലും, കാരണം ഞാൻ പലപ്പോഴും ഈ കോൺവെർസേഷൻസിലെ ബ്രീത്തും കാര്യങ്ങളും എല്ലാം എനിക്ക് കോൺവെർസേഷൻ എഡിറ്റ് ചെയ്യുന്നത് ഇഷ്ടമാണ് പൊതുവെ. അതൊട്ടും ഒരു സിമ്പിളായിട്ടുള്ളതോ ഒരു ചെറിയായിട്ടോ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. അത് നല്ല രസമാണത്. പലപ്പോഴും പെർഫോമൻസ് ചൂസ് ചെയ്യുന്നതിലും ഒക്കെ നമുക്ക് ഒത്തിരി രസം തോന്നുന്നൊരു പരിപാടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനകത്ത് ജോൺ ബേബി എന്ന് പറയുന്ന ചാക്കോച്ചൻ്റെ ക്യാരക്ടർ ഈ പറയുന്ന ഒരു നയൻതാരയെ മീറ്റ് ചെയ്യുന്ന ഒരു നയൻതാരയുടെ ഷർമിള എന്ന് പറയുന്ന ക്യാരക്ടറിനെ മീറ്റ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതിൻ്റെ ഡിവിഷനും അതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ ഒരു ആക്സസ് ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ പരിപാടിയും ഒക്കെ എനിക്ക് തോന്നുന്നു അത് ഇനിഷ്യലി പ്ലാൻ ചെയ്തതും നമുക്കത് ഓൾമോസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റിയെന്നൊക്കെ ഉള്ളൊരു ഇതുണ്ട്. ഇപ്പം ഡയലോഗ് ഓറിയൻറ്റഡ് അല്ലാത്തൊരു സീക്വൻസ് ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചാക്കോച്ചൻ ആ കുട്ടിയുടെ കത്ത് വായിക്കുന്നൊരു സീക്വൻസ് ഉണ്ട്. ഒരു ഹെലിക്യാമിൽ മഴ പെയ്യുന്നൊരു സീക്വൻസിൽ തുടങ്ങുന്ന, എന്നിട്ട് അയാൾ ഈ കുട്ടിയുടെ റഫ് നോട്ടിലെ പേജ് വായിക്കുന്നൊരു സീക്വൻസ് ഉണ്ട്. എനിക്ക് ആ വായിക്കുന്ന സീക്വൻസ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എഡിറ്റിൽ എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നൊരു സാധനം. എനിക്ക് തോന്നുന്നു എനിക്ക് പൊതുവേ ഞാൻ ഈ ഡേവിഡ് ഫിഞ്ചറിൻ്റെ സിനിമയുടെ ഭയങ്കര ഫാനാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് പുള്ളീൻ്റെ ഒരു എഡിറ്ററുണ്ട്, ക്രിക് ബാക്സ്റ്റർ എന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളിയുടെ വാക്ക് എനിക്ക് നല്ല ഇഷ്ടമാണ്. കാരണം എനിക്ക് ഈ പറയുന്ന പോലെ അത് അവരുടെ ആ കോമ്പിനേഷൻ ഭയങ്കര ഇഫക്റ്റീവായിട്ട് പല കാര്യങ്ങളും പല ഇന്നോവേഷനും അവർ മീൻസ് നമ്മളിപ്പോൾ എഡിറ്റിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോഴത്തേക്കും സത്യത്തിൽ എന്തൊക്കെയോ ചെയ്യാൻ പറ്റും, ഇനി എത്രയോ ചെയ്യാൻ പറ്റും. അപ്പം അത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ക്രിക് ബാക്സ്റ്റർ എന്ന് പറയുന്ന പുള്ളിയുടെ വർക്ക് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പുള്ളിയുടെ മീൻസ് അവരുടെ ഇൻ്റർവ്യൂസും ഒക്കെ കാണുമ്പോഴത്തേക്കും എനിക്കതൊരു ആ പ്രോസസ്സ് അവരുടെ പൈപ്പ് ലൈനിൻ്റെ പരിപാടികളും ഒക്കെ രസമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇന്ത്യയിൽ എനിക്ക് ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആൻ്റണിയുടെ വർക്ക് എനിക്ക് ഇപ്പോഴത്തേനേക്കാളും പണ്ട് ആൻ്റണി എന്ന് പറയുന്ന എഡിറ്റർ വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു അതുവരെയുള്ള ഈ ഇന്ത്യൻ സിനിമേൻ്റെ സ്കേപ്പിനെ പുള്ളി മാറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരുപക്ഷെ പുള്ളി അങ്ങനെ ഒരു സിനിമേൻ്റെ ഒരു അപ്രോച്ചിലല്ലായിരിക്കും ഇതിനെ കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു ഡൈനാമിക് ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കാക്ക പോലൊരു പടത്തിൻ്റെ എഡിറ്റ് അത് എനിക്ക് വേണ്ടത്ര അപ്രീഷിയേറ്റഡ് ആണോ എന്നുമില്ല, എനിക്കറിയത്തില്ല. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കക്ഷിയായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ആൻ്റണീൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് പുറത്തോട്ട് വന്നവർക്ക് പോലും ഒരുപക്ഷെ മീൻസ് അവർ പോലും അത്ര ഇന്നോവേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പുള്ളി എനിക്ക് തോന്നുന്നൊരു വലിയ ഇൻസ്പയറിങ് ഫിഗർ ആണെന്ന് തന്നെ തോന്നുന്നു. പറ്റിപ്പോയതാണെന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ, അത് കറക്റ്റായിട്ട് അറിയത്തില്ല. എനിക്ക് സിനിമയാണ് ഇഷ്ടം, പണ്ട് തൊട്ടേ സിനിമ തന്നെയാണ് ഇഷ്ടം. എനിക്ക് സംവിധാനം ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്കത് വേറെ ആരെങ്കിലും ചെയ്ത് തീർക്കുന്നവരെ കാത്തിരിക്കാനുള്ള ക്ഷമ കുറവായതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് എഡിറ്റ് ചെയ്ത് അറിയാതെ തുടങ്ങിയായിരിക്കും. പിന്നെ വീട്ടിൽ കമ്പ്യൂട്ടറും കാര്യങ്ങളും ഒക്കെ ആക്സസ് ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു കൺവീനിയൻ്റ് ആയിട്ട് ഇതിനകത്തോട്ട് എൻഡപ്പ് ചെയ്യാൻ പറ്റി. അത് ചെയ്ത് ഞാൻ ഇത് പലപ്പോഴും നിർത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ പറ്റാത്തതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഈ പലപ്പോഴും പറയുന്നത് ഞാൻ ആക്സിഡൻ്റൽ എഡിറ്ററാണ്. ഇങ്ങനെ ഒറിജിനലായിട്ടുള്ളൊരു
ഐ നെവർ വോണ്ടഡ് ടു ബി എൻ എഡിറ്റർ. അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല, അങ്ങനെ എൻഡപ്പ് ചെയ്ത ആളാണ്.